ഏഷ്യാനെറ്റിൽ ഒരുപാട് നാളുകളായി സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പരമ്പരയാണ് ചെമ്പനീർ പൂവ്. ചെമ്പനീർ പൂവിലെ റെബേക്കയാണ് നായികയായും അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർക്കിടയിൽ വലിയ രൂപത്തിലുള്ള സ്വീകാര്യത തന്നെയാണ് റെബേക്കയ്ക്ക് നൽകുന്നത്. നടിയായി മുൻപ് വന്ന താരത്തെ മാറ്റി നിർത്തിയാണ് റെബേക്ക സന്തോഷ് ചെമ്പനീർ പൂവിലേക്ക് തിരിച്ചെത്തുന്നത്. റെബേക്ക സന്തോഷ് വന്നതോടെ പ്രേക്ഷകർ ആദ്യം ഒരുപാട് വിമർശനം വന്നു എന്നിരുന്നാൽ കൂടി പിന്നീട് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി റെബേക്ക സന്തോഷിനെ സ്വീകരിക്കുകയായിരുന്നു. ഇതിനു മുൻപും ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെ തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലും റെബേക്ക സന്തോഷ് എത്തിയത്. കസ്തൂരിമാൻ എന്ന പരമ്പരയിലെ കാവ്യ എന്ന കഥാപാത്രമാണ് റെബേക്ക സന്തോഷ് ഇതിനു മുൻപ് ചെയ്തിരുന്നത്. കാവ്യ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായി റെബേക്ക സന്തോഷ് മാറിയത്. പിന്നീട് വലിയ രൂപത്തിൽ പ്രേക്ഷക പിന്തുണ നൽകുന്ന കഥാപാത്രമായി റെബേക്ക സന്തോഷിന് ലഭിച്ചതാണ് ഈ ഒരു കഥാപാത്രം. ആദ്യം ഗോമതി പ്രിയയാണ് താരം ചെയ്തിരുന്ന ഈ ഒരു കഥാപാത്രം മുന്നോട്ട് വെച്ചത്. എന്നാൽ ചെമ്പനീർ പൂവിൽ നിന്നും ഗോമതി പ്രിയ പോവുകയും പിന്നീട് റെബേക്ക സന്തോഷ് ആ ഒരു കഥാപാത്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ രേവതി എന്ന ഈ കഥാപാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ റെബേക്ക സന്തോഷാണ്. പ്രേക്ഷക മനസ്സിൽ ഗോമതി പ്രിയ മാഞ്ഞു കളഞ്ഞു. ഇനിയിപ്പോൾ റെബേക്ക തന്നെയാണ് രേവതി എന്ന കഥാപാത്രം പ്രേക്ഷക മനസ്സിലും തങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞിടെയായിരുന്നു റെബേക്ക സന്തോഷിന് ഒരു അപകടം പറ്റി ആക്സിഡന്റായി തന്റെ കാലിൽ സർജറി നടത്തിയത്. എന്നാൽ വേദന വന്ന സമയത്ത് ശ്രദ്ധിക്കാതെ വീണ്ടും അഭിനയിക്കാൻ വേണ്ടി സെറ്റുകളിലേക്ക് പോവുകയും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് തന്നെ പിന്നീടാണ് താരം ആശുപത്രിയിലേക്ക് വേദന വന്ന ശേഷം പോയത്. അപ്പോഴാണ് തന്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടെന്ന് അറിയുകയും 2 സർജറികൾ ചെയ്യുകയും ചെയ്തത്. എന്നാൽ അതിലും വലിയ രൂപത്തിലുള്ള റെസ്റ്റുകളൊന്നും എടുക്കാതെ തന്നെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വീണ്ടും റെബേക്ക സന്തോഷ് എത്തിയത്. താൻ കാരണം മറ്റാരും പ്രയാസപ്പെടുത്തരുത് എന്നും പരമ്പരയിലെ മറ്റു കഥാപാത്രങ്ങളെയും പരമ്പരയിലെ മറ്റു അണിയറ പ്രവർത്തകരൊന്നും തന്നെ താൻ കാരണം വൈകരുത് എന്ന മനസ്സോടുകൂടി തന്നെയാണ് റെബേക്ക സന്തോഷ് വീണ്ടും പരമ്പര സെറ്റുകളിലേക്ക് ഓടിയെത്തിയത്. വളരെ കുറച്ച് ഡേറ്റുകൾ മാത്രമേ റെബേക്ക സന്തോഷിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തന്റെ സെറ്റുകളും തന്റെ ഷൂട്ടിങ്ങുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് റെബേക്ക സന്തോഷ് പരമ്പര സെറ്റുകളിലേക്ക് ഓടിയെത്തിയത്. എന്നാൽ 1 മാസമെങ്കിലും മിനിമം ഡോക്ടർ റെസ്റ്റ് പറഞ്ഞവിടെ റെബേക്ക സന്തോഷ് വെറും 2 ആഴ്ച മാത്രമാണ് റെസ്റ്റ് എടുക്കാൻ പറ്റിയത്. അത് കാരണം തനിക്ക് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സുകൾ വരികയാണ് എന്നാണ് റെബേക്ക സന്തോഷ് പുറത്തുവിടുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അരുണുമായി ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിന്റെ അവാർഡ്സിലൂടെയാണ് റെബേക്ക സന്തോഷ് ഈ ഒരു കാര്യവും പുറത്തുവിട്ടത്. ഈ ഒരു ഡാൻസിലൂടെ പ്രേക്ഷകരെല്ലാം തന്നെ റെബേക്കയെ ഒരുപാട് ആശംസിച്ചു എന്നിരുന്നാൽ കൂടി അതിൽ വന്ന വേദന റെബേക്ക സന്തോഷിനെ ഗുരുതരമായി തന്നെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ താരം വലിയ രൂപത്തിലുള്ള അടിയന്തര ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നും റെസ്റ്റ് എടുക്കുകയാണ് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് റെബേക്ക സന്തോഷിന് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.